നമസ്കാരം. നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. 2026-27 യൂണിയൻ ബജറ്റ് PSC പരീക്ഷ എഴുതുന്നവരെ സംബന്ധിച്ച് ഇതിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ വരാം? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ലളിതമായി നമുക്കൊന്ന് നോക്കിയാലോ? ഈ വർഷത്തെ ബഡ്ജറ്റിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പക്ഷേ അതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നറിയോ? ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഞായറാഴ്ച ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അതെ, ഒരു ഞായറാഴ്ച. അപ്പോ ഈ ഞായറാഴ്ചത്തെ കാര്യം മാത്രമല്ല, വേറെയുമുണ്ട് വിശേഷങ്ങൾ. ഇത് നിർമ്മല സീതാരാമന്റെ തുടർച്ചയായ 9ാമത്തെ ബജറ്റാണ്. അതൊരു റെക്കോർഡാണ്. പിന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗം നടത്തിയതും ഇവർ തന്നെയാണ് 2020. പോരാത്തതിന് ഈ വർഷം ബജറ്റ് അവതരിപ്പിച്ചത് ഗുരു രവിദാസ് ജയന്തി ദിനത്തിലായിരുന്നു. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റുകളാണ്, ഓർത്തുവെച്ചോളൂ. ശരി, അപ്പോ ഈ കൗതുകങ്ങളൊക്കെ മാറ്റിവെച്ച് നമുക്ക് ബജറ്റിന്റെ കുറച്ച് സീരിയസ് ആയ കാര്യങ്ങളിലേക്ക് കടക്കാം. എന്താണ് ഈ രേഖയുടെ ഭരണഘടനാപരമായ അടിസ്ഥാനം? നമുക്ക് നോക്കാം. നമ്മളെല്ലാവരും ബജറ്റ് എന്നാണല്ലോ പറയാറ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനയിൽ ഈ രേഖയ്ക്ക് പറയുന്ന പേര് വാർഷിക സാമ്പത്തിക പ്രസ്താവന അഥവാ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ്. ആർട്ടിക്കിൾ 112 ഇത് കൃത്യമായി പറയുന്നത്. ഒരു സാമ്പത്തിക വർഷത്തെ വരവും ചെലവും പാർലമെന്റിൽ അവതരിപ്പിക്കണം എന്ന്. ഇതൊരു രക്ഷയുമില്ലാത്ത പോയിന്റാണ്. PSC പരീക്ഷ എഴുതുന്നവർ ഉറപ്പായും നോട്ട് ചെയ്യണം. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഈ ബഡ്ജറ്റ് എന്ന വാക്കുണ്ടല്ലോ, അത് ഇന്ത്യൻ ഭരണഘടനയിൽ ഒരിടത്തുപോലും ഉപയോഗിച്ചിട്ടില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വിശകലനത്തിൽ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് പെട്ടെന്നൊന്ന് പറയാം. ആദ്യം ഒരു ആമുഖം, പിന്നെ ബജറ്റിന്റെ പ്രധാന ആശയമായ വികസിത ഭാരതം, അതിലേക്കുള്ള വഴികാട്ടിയായ 3 കർത്തവ്യങ്ങൾ, പിന്നെ കുറച്ച് കണക്കുകൾ, അതായത് വരവും ചെലവും, അവസാനം മുന്നോട്ടുള്ള ലക്ഷ്യങ്ങൾ. അപ്പോ നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. എന്താണ് ഈ വർഷത്തെ ബജറ്റിന്റെ പ്രധാന ആശയം? ഇതൊരു ദീർഘകാല കാഴ്ചപ്പാടാണ്. 2047ലേക്കുള്ള ഒരു വലിയ സ്വപ്നം. വികസിത ഭാരതം, ഇതാണ് ഈ വർഷത്തെ ബജറ്റിന്റെ ആ ഒരു ഹൃദയമെന്ന് പറയാം. അതായത് രാജ്യം വലിയ സാമ്പത്തിക വളർച്ച നേടണം, അതേസമയം ആ വളർച്ചയുടെ ഗുണം സമൂഹത്തിലെ എല്ലാവരിലേക്കും എത്തുകയും വേണം. അഭിലാഷങ്ങളും സാമൂഹിക നീതിയും ഒരുമിച്ച് കൊണ്ടുപോവുക, അതാണ് ലക്ഷ്യം. ഇതൊരു വലിയൊരു സ്വപ്നമാണ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947. അതിന്റെ 100ാം വാർഷികം, അതായത് 2047 ആകുമ്പോഴേക്കും ഇന്ത്യയെ ഒരു വികസിത ഭാരതം അഥവാ ഒരു വികസിത രാജ്യമാക്കി മാറ്റുക. $30 ട്രില്യൺ സമ്പദ്വ്യവസ്ഥ എന്ന വലിയൊരു ലക്ഷ്യവും ഇതിന്റെ ഭാഗമാണ്. ശരി, ഈ വികസിത ഭാരതം എന്ന വലിയ ലക്ഷ്യത്തിലേക്കെത്താൻ ബജറ്റ് 3 പ്രധാന വഴികളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു വഴികാട്ടി പോലെ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ കർത്തവ്യങ്ങളെന്ന്. ഇതാണ് ആ 3 പ്രധാന കാര്യങ്ങൾ. ഒന്നാമതായി, നമ്മുടെ സാമ്പത്തിക വളർച്ചയുടെ വേഗത കൂട്ടണം. കൂട്ടിയാൽ മാത്രം പോരാ, അത് നിലനിർത്തുകയും വേണം. രണ്ടാമത്, സാധാരണക്കാരായ ജനങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിറവേറ്റണം. മൂന്നാമതായി, സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന ആശയം യാഥാർത്ഥ്യമാക്കണം. ഇനി നമുക്ക് കുറച്ച് കണക്കുകളിലേക്ക് വരാം. പലർക്കും ബജറ്റിലെ ഏറ്റവും ബോറിംഗ് ഭാഗം ഇതായിരിക്കും. പക്ഷേ നമുക്കിത് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. സർക്കാരിന് പണം എവിടെ നിന്ന് വരുന്നു, അതെവിടേക്ക് പോകുന്നു? ഒരു ചോദ്യം ചോദിക്കട്ടെ. സർക്കാരിന് എവിടെ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ പണം കിട്ടുന്നത്? നികുതിയിൽ നിന്നാണോ അതോ മറ്റെവിടെന്നെങ്കിലുമാണോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? നമുക്ക് നോക്കാം. നോക്കൂ, സർക്കാരിന്റെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സ് കടം വാങ്ങുന്നതും മറ്റു ബാധ്യതകളുമാണ്. ഏതാണ്ട് 24%. അതിനുശേഷം വരുന്നത് നമ്മളൊക്കെ കൊടുക്കുന്ന ആദായ നികുതിയാണ്, 21%. പിന്നെയാണ് കമ്പനികൾ നൽകുന്ന കോർപ്പറേറ്റ് ടാക്സും GSTയും ഒക്കെ വരുന്നത്. അപ്പോൾ ഈ കിട്ടുന്ന പൈസ എങ്ങോട്ടാ പോകുന്നത്? ഏറ്റവും വലിയ പങ്ക് 22% പോകുന്നത് സംസ്ഥാനങ്ങൾക്ക് നികുതി വിഹിതമായിട്ടാണ്. രണ്ടാമത്തെ വലിയ ചെലവെന്താണെന്നറിയോ? നമ്മൾ നേരത്തെ പറഞ്ഞ കടത്തിന്റെ പലിശ അടക്കാനാണ്, 20%. അത് കഴിഞ്ഞിട്ടാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾക്കും പ്രതിരോധത്തിനുമൊക്കെ പണം ചെലവഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വിശകലനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വരുന്ന വർഷത്തേക്കുള്ള പ്രധാന സാമ്പത്തിക ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ധനക്കമ്മി അഥവാ ഫിസ്ക്കൽ ഡെഫിസിറ്റ്. ലളിതമായി പറഞ്ഞാൽ സർക്കാരിന്റെ വരവും ചെലവും തമ്മിലുള്ള അന്തരം. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇത് 4.4% കണക്കാക്കുന്നത്. ഇനി അടുത്ത വർഷത്തേക്ക്, അതായത് 2026-27ലേക്ക് ഈ ധനക്കമ്മി 4.3% കുറയ്ക്കാനാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതൊരു ചെറിയ കുറവാണ്, എങ്കിലും സാമ്പത്തിക അച്ചടക്കം പാലിക്കാനുള്ള ഒരു ശ്രമമായിട്ട് നമുക്കിതിനെ കാണാം. അപ്പോൾ നമ്മൾ ബഡ്ജറ്റിന്റെ പ്രധാന കാര്യങ്ങളൊക്കെ കണ്ടു. ലക്ഷ്യങ്ങൾ, കണക്കുകൾ, കാഴ്ചപ്പാടുകൾ എല്ലാം. പക്ഷെ അവസാനം ഒരു ചോദ്യം ബാക്കിയാണ്. ഈ കാണുന്ന ലക്ഷ്യങ്ങളൊക്കെ വെച്ച് മുന്നോട്ടു പോയാൽ 2047 വികസിത ഭാരതം എന്ന വലിയ സ്വപ്നം സത്യമാകുമോ? ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? ഇതൊന്നാലോചിച്ച് നോക്കൂ.